എങ്ങനെയാണ് ഇമേജ് ജനറേറ്റ് ചെയ്യാന്ന് അറിയോ? നിങ്ങളൊരു എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു, ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ക്യാറ്റെന്നോ ഡോഗെന്നോ കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇമേജ് നിങ്ങൾക്ക് കൊണ്ടുതരികയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? അങ്ങനെയല്ലേ ചെയ്യുന്നത്? സെർച്ച് ചെയ്തിട്ട് ഇമേജ് തരികയല്ലേ ചെയ്യുന്നത്? അല്ല, അവര് സ്വന്തം ക്രിയേറ്റ് ചെയ്യുക AI. യാ, അതന്നെ. സോ ചിലവർക്കെങ്കിലും ഒരു മിത്തായിട്ട് അത് കണക്കാക്കുന്നുണ്ടാവും. ഏ ഇപ്പോൾ നമ്മളൊരു ഇമേജ് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് ചെയ്ത ഒരു ഇമേജിന് ഡോഗോ അല്ലെങ്കിൽ ക്യാറ്റിനോ അല്ലെങ്കിൽ വൈറ്റ് ഡോഗിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഡസിൻ സെർച്ച് ഫോർ ഫോട്ടോസ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഫോട്ടോസ് ഒരിക്കലും സെർച്ച് ചെയ്യില്ല. മനസ്സിലായില്ലേ? സെർച്ച് ചെയ്യാതെ ഒരു ബ്ലാങ്ക് ക്യാൻവാസ്, നിങ്ങൾ ഒരു വൈറ്റ് കളർ പേപ്പർ നിങ്ങൾ മനസ്സിൽ കരുതുക. അവിടെ നിന്ന് അത് ബിൽഡ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങളൊരു ഡ്രോയിങ് ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക. ഡ്രോയിങ് ക്ലാസ്സിൽ നിങ്ങളുടെ ഡ്രോയിങ് സാറ് നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു വൈറ്റ് ക്യാറ്റിനെ കളർ ചെയ്ത് വരയ്ക്കാൻ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറയണം. അപ്പം നിങ്ങൾ അവിടുത്തെ കടയിൽ പോയിട്ട് ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് ഒരു കോപ്പി എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കില്ലല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലും പേപ്പറും വെച്ചിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. സോ അതേപോലെ ഒരു ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. സ്ക്രാച്ച് ചെയ്യുന്ന ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടല്ല ഇമേജ് നമുക്ക് തരുന്നത്. സോ ഇതിനെ പറയുന്ന പേരാണ്, ഇങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ്, ഇറ്റ്സ് കോൾഡ് ഡിഫ്യൂഷൻ. സോ ഡിഫ്യൂഷൻ പറയുന്നത് ഇസ് എ പ്രോസസ് ഓഫ് ടേണിങ് കെയോസ് ഇൻ ടു ഓർഡർ എന്ന് പറയാം. കെയോസ് എന്ന് പറയുകയാണെങ്കിൽ മെസ്സ്, എല്ലാം അവിടെ അവിടെ കിടക്കുന്ന, ഒന്നും കാണാൻ പറ്റാത്തൊരു അങ്ങനെ ഒരു ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് പ്രോസസ്സിൽ സ്റ്റേജ് വൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. പഴയ ടി വി, ഇപ്പോൾ എല്ലാവർക്കും പുതിയ ടി വികളായിരിക്കും വീട്ടിൽ. അവിടെ നോ സിഗ്നലിന് സിഗ്നൽ പോയാൽ കാണിക്കുള്ളൂ. പക്ഷെ പണ്ടത്തെ ടി വികളിൽ ഇതേപോലെ ഗ്രെയിൻസ് ആണ്, സിഗ്നൽ ഇല്ലെങ്കിൽ കാണാൻ പറ്റുക. ഇങ്ങനത്തെ പഴയ ടി വി ആരുടെങ്കിലും വീട്ടിലുണ്ടോ അപ്പോഴും? ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ടോ? കേബിളൊന്നും ഇല്ലാത്ത സമയത്തോ, അങ്ങനെ ഇല്ലാത്ത സമയത്ത്, നെറ്റ്വർക്ക് ഇല്ലാത്ത സമയത്തോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല. അപ്പൊ ഇതേപോലുള്ള ഒരു ബ്ലാങ്ക് ക്യാൻവാസിന് അല്ലെങ്കിൽ ഒരു നോയ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ദിസ് സ്റ്റേജ് വൺ, ദിസ് ഇമേജ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഓർ നോയ്സ്. ഈ ഈ ഇതിന് പറയുന്ന പേര് സ്റ്റാറ്റിക് അല്ലെങ്കിൽ നോയ്സ് എന്നാണ് പറയുക. ഈ നോയ്സിനെ ഡീനോയ്സ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡീനോയ്സ് ചെയ്തിട്ട് അത് സ്ലോലി ഡിഫ്യൂസ് ചെയ്ത്, ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൗണ്ടെയിൻ്റെ സണ്ണിൻ്റെ ഒക്കെ ഇമേജ് ഉണ്ട്. സോ ഈ സ്റ്റേജ് വൺ സ്റ്റാറ്റിക് നോയ്സിൽ നിന്ന് നമുക്ക് മൗണ്ടെയിൻ്റെ സണ്ണിൻ്റെ എല്ലാം കളേഴ്സും ഷേപ്പും എല്ലാം ഈ നോയ്സിലേക്ക് ആഡ് ചെയ്ത് ഡീനോയ്സ് ചെയ്ത് കളറും ഷേപ്പും എല്ലാം കൊണ്ടുവന്ന് ബാക്കിയുള്ള ഭാഗം ഡിഫ്യൂസ് ചെയ്ത് ഇറേസ് ചെയ്ത് കളയും. നമുക്ക് വേണ്ട ഭാഗം, നമുക്ക് വേണ്ട ഷേപ്പ് മാത്രം കളേഴ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത്, ഷേപ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് ഫൈനലി ഇറ്റ് ക്ലീൻസ് അപ്പ് ദ മെസ് അൺടിൽ എ ക്ലിയർ പിക്ചർ അപ്പിയേഴ്സ്. ഈ മെസ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു ക്ലിയർ പെർഫെക്റ്റ് പിക്ചർ ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവരും. ഇവിടെ ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ഈ സ്പേസ് കാര്യങ്ങളെല്ലാം ഇറേസ് ചെയ്ത് നമുക്ക് വേണ്ട ഭാഗത്ത് മാത്രം കളേഴ്സും ഷേപ്സും ഒക്കെ കൊടുത്തിട്ട് ആ നോയ്സിനെ കംപ്ലീറ്റ്ലി ഡീനോയ്സ് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.